പിശാച് നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറുകയാണെങ്കിൽ അവൻ്റെ ഇപ്പോൾ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു പക്ഷേ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ആത്മാവിനെ തുടരുത്. അതേപോലെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ളൊരു അധികാരം അല്ലെങ്കിൽ അത് പിശാചിന് ലഭിക്കുമോ? ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാളെ പിശാചിന് കൊല്ലാനുള്ള അധികാരമുണ്ട്. ഹെബ്രായ ലേഖനം 2:14 ഹീ ഈസ് ദ ഓതർ ഓഫ് ഡെത്ത്, ഹീ ഹാസ് ദ പവർ ഓഫ് ഡെത്ത്. പിശാചിന് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആ കൊല്ലാനുള്ള അധികാരം ക്രിസ്തുവിന് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ ആ മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം പിശാചിനില്ല, പീഡിപ്പിക്കാനുള്ള അധികാരമുള്ളൂ. ജോബിൻ്റെ പുസ്തകം 2:3 ദൈവം പിശാചിനോട് പറയുന്നുണ്ട്, നീ എന്നെ നിർബന്ധിച്ച് ജോബിനെ പീഡിപ്പിക്കാനുള്ള അവകാശം കരസ്ഥമാക്കി, എങ്കിലും അവൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നീ അവൻ്റെ ആത്മാവിനെ തുടരുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ജോബ് ആത്മാവിനെ പിശാചിന് വിറ്റിട്ടില്ല. അങ്ങനെ വിറ്റ ആളുകളാണെങ്കിൽ ദൈവം അവിടെ പറയുന്നില്ല നീ അവൻ്റെ ആത്മാവിനെ തുടരുന്നു. അവൻ്റെ ആത്മാവിനെയും കൊണ്ട് അവൻ പോകത്തുള്ളൂ. ആ ആത്മാവിനെയും കൊണ്ട് പിശാച് പോയിരിക്കും. അതിനാണ് ആത്മനാശം എന്ന് പറയുന്നത്. അതേസമയം ഈ മനുഷ്യൻ ആത്മാവിന് വിറ്റിട്ടില്ല, പക്ഷേ ശരീരം മുഴുവൻ പീഡനത്തിലൂടെയാണ്, അല്ലെങ്കിൽ മറ്റ് പാവങ്ങളിലൊക്കെ വസിക്കുന്നത്. പിശാച് ഇവനിലുണ്ട്, ഇവൻ തന്നെ ഓപ്റ്റ് ചെയ്തതാണ് പിശാചിന് വേണ്ടി. എങ്കിലും ആത്മാവിനെ വിറ്റിട്ടില്ല. ഒരു ഫ്രീമേസനായി മാറിയില്ല, അല്ലെങ്കിൽ ഒരു ഇല്ലൂമിനാന്തി ആയില്ല, അല്ലെങ്കിൽ ഒരു പിശാചിൻ്റെ ഫോളോവർ ആകാനുള്ള തീരുമാനം എടുത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മാവിലേക്ക് പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്, ഇവൻ്റെ ആത്മാവിനെ തുടരുത്. ശരീരത്തെ പിശാച് ആവശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കാം. പത്രോസിനെ വരെ പിശാച് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. നിൻ്റെ വിശ്വാസം ശക്തിപ്പെടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നീ പോയി മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക. പത്രോസിനെയും പീഡിപ്പിക്കാനായിട്ടും ഗോതമ്പ് പോലെ പൊടിക്കാനായിട്ടും പിശാച് ആവശ്യപ്പെട്ടു. പക്ഷേ ഈശോ പറഞ്ഞു, അവൻ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പിശാചിന് കൊല്ലാൻ പറ്റുകയില്ല, അല്ലാത്തവരെ ദുർമന്ത്രവാദം കൊണ്ട് കൊല്ലാനായിട്ട് സാധിക്കും.